Divisional Accountant Office, important problem discussion. First question, ascertain the cost of goods purchased from the following. താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്? കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ല, അതിന് മിസ്റ്റേക്ക് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് കാണേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനാണ് താഴെ കുറച്ച് ഐറ്റംസ് തന്നിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം ഈ ഐറ്റംസിൽ നിന്നും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. സോ ടോട്ടൽ പർച്ചേസ് നമ്മൾ കാണണം. പർച്ചേസ് ആയ 60,000 നിന്നും പർച്ചേസ് റിട്ടേൺ ആയ 5,000 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പർച്ചേസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസ് കിട്ടുന്നത്. സോ 60,000 നിന്ന് 5,000 കുറച്ച് 55,000 നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് എന്തൊക്കെ എഴുതാം കൂട്ടാനായിട്ട്? 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് ടോട്ടൽ പർച്ചേസ് 55,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 53,000. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അല്ലാതെ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഒരു നീണ്ട ഇക്വേഷൻസിൽ നമ്മൾ എല്ലാ ഐറ്റംസും ചിലപ്പം ക്വസ്റ്റ്യനിൽ ഉണ്ടാവണം എന്നില്ല. PSC ക്വസ്റ്റ്യൻസിൽ എപ്പോഴും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള പ്രോബ്ലവും ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള പ്രോബ്ലവും. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അതിൽ നിന്ന് എന്ത് തന്നെയാണ് കാണേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ടോട്ടൽ പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 12,000. ടോട്ടൽ പർച്ചേസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 92,000 പ്ലസ് പിന്നെന്താ ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് അതും ഡയറക്റ്റ് എക്സ്പെൻസസ് 6,400 തന്നിട്ടുണ്ട്. മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. 8,700 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 14,000. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 87,700 നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ഫോളോയിങ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ്. അപ്പം പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ നമ്മൾ തറവായിട്ട് പഠിക്കുക. കാരണം അത് എപ്പോഴും PSC ക്വസ്റ്റ്യന് 1 മാർക്ക് ഉണ്ടാവും അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടിൽ നിന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് 12,000, പർച്ചേസ് 32,000, സെയിൽസ് 40,000. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ദർ ഈസ് നോ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ഓർ ഇൻകം. അപ്പോൾ എന്തില്ല ക്വസ്റ്റ്യനിൽ? അവിടെ എന്തില്ല? ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല, അതർ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ഇൻകവും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓൺലി ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കാണാം? ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ നമുക്ക് നെറ്റ് സെയിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000. പിന്നെ എന്ത് തന്നിട്ടില്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ എന്തൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും? ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കണം, പർച്ചേസ് എടുക്കണം. എന്ത് തന്നിട്ടില്ല? ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല, എക്സ്പെൻസസും തന്നിട്ടില്ല. സോ 12,000 32,000 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 44,000 എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. പിന്നെ അത് നമുക്ക് എന്തിലോട്ട് വരണം? ഗ്രോസ് പ്രോഫിറ്റിലോട്ട് വരണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് എത്ര തന്നിട്ടുണ്ട്? 40,000 മൈനസ് 44,000. 44,000 ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 4,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, അത് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ തന്നെയാണ്. എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് അത്രയും ഐറ്റംസ് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് തന്നിട്ടുണ്ട്, പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് എടുക്കാം, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര തന്നേക്കുന്നത്? 12,000. പർച്ചേസ് എത്രയാണ്? ഡയറക്റ്റ് തന്നിട്ടുണ്ട് 80,000. പിന്നെന്താ? ഡയറക്റ്റ് എക്സ്പെൻസസ് എത്ര തന്നിരിക്കുന്നു? 8,000.
മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നേക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. സോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ എടുക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് പെയ്ഡ് എടുത്തിട്ടില്ല. അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 9,000 ആണ് 9,000 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് എടുക്കാത്തത്? ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻ അക്കൗണ്ടിങ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ കോർ ബിസിനസ് ഓപ്പറേഷൻ. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ ഡയറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കാത്തത്? ആ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എടുക്കാത്തത്. അപ്പം നമുക്ക് അവിടെ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻസർ വന്നത്? 90,000. അടുത്ത ക്വസ്റ്റ്യൻ 5. ഓൺ January 1, 2018, a firm has a stock of goods valued rupees 20,000. During the end of the following the transaction lookup. നമുക്കവിടെ ഫസ്റ്റ് ഇയറിലാണ് പറഞ്ഞേക്കുന്നത്. ഇയർ 2018 January 1. സോ നമുക്കതൊരു ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കരുതാം. പിന്നെ കുറച്ച് ഐറ്റംസ് താഴെ പറയുന്നുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെ ഐറ്റംസാണ്? സെയിൽസ് പറയുന്നുണ്ട്, പർച്ചേസ് പറയുന്നുണ്ട്, ക്യാരേജ് ഇൻവേർഡ് പറയുന്നുണ്ട്, ഫ്രൈറ്റ് ഇൻവേർഡ് പറയുന്നുണ്ട്, സെയിൽസ് റിട്ടേൺ പറയുന്നുണ്ട്, ക്ലീനിങ് ചാർജസ് പറയുന്നുണ്ട്, പർച്ചേസ് റിട്ടേൺ പറയുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കാണേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ ഗുഡ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ ഗുഡ്സ് December 31, 2018 എത്ര? 40,000. അപ്പം നമ്മൾ ആ ഇയർ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ January 1, 2018 എന്നായിരുന്നു. എത്ര രൂപ? 20,000 രൂപ. സോ അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇവിടെ വന്നപ്പോൾ എന്തായി? ക്ലോസിംഗ് സ്റ്റോക്ക് December 31, 2018 എത്രയായി? അപ്പം അത് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായി? 40,000 ആയി. ഇപ്പം നമുക്ക് എന്താ ഇതിൽ നിന്ന് കാണേണ്ടത്? ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞത് കാണേണ്ടതെന്ന്? നമുക്ക് കാണേണ്ടത് കോസ്റ്റ് ഓഫ്, നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. കാരണം ഇതിൽ ഒരു പർട്ടിക്കുലറായിട്ട് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ച് ആദ്യം എന്തൊക്കെ കണ്ടുപിടിച്ച് പോവാം നോക്കാം. സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം സെയിൽസ് അല്ലേ? സോ നമുക്കത് നെറ്റ് സെയിൽസ് കാണാം. കാരണം സെയിൽസും സെയിൽസ് റിട്ടേണും പറയുന്നുണ്ട്, പർച്ചേസ് റിട്ടേൺ പറയുന്നുണ്ട്. സോ സെയിൽസ് കാണാനായിട്ട് നമ്മൾ എന്തെടുത്തു? നെറ്റ് സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് എത്ര ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു? 5 ലക്ഷം. സെയിൽസ് റിട്ടേൺ എത്ര തന്നിരിക്കുന്നു? 10,000. 5 ലക്ഷത്തിൽ നിന്ന് 10,000 കുറച്ച് 4,90,000 എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണാം? നെക്സ്റ്റ് നമുക്ക് പർച്ചേസിനകത്തും പർച്ചേസ് റിട്ടേൺ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ കാണാം. 3 ലക്ഷം. 3 ലക്ഷത്തിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ എത്രയാ? 5,000. അപ്പം 3 ലക്ഷത്തിൽ നിന്ന് 5,000 കുറച്ചിട്ട് നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടുള്ളൂ. അപ്പം 3,20,000 നിന്നും 5,000 കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പർച്ചേസ് എത്ര കിട്ടി? 3,15,000 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനായിട്ട് ഇക്വേഷൻ ഇതിൽ നിന്ന് എന്തൊക്കെ ഐറ്റംസ് എടുക്കാൻ പറ്റും? ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാം, പർച്ചേസ് എടുക്കാമല്ലോ. ടോട്ടൽ പർച്ചേസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്ര? 3,10,000 15,000 എന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? ക്വസ്റ്റ്യനിൽ ഈ ടോട്ടൽ പർച്ചേസ് എടുക്കാൻ നേരത്ത് നമുക്ക് പിന്നെയും കുറേ ഐറ്റംസ് തന്നിട്ടില്ലേ? എന്തൊക്കെയാണ്? ക്യാരേജ് ഇൻവേർഡ് തന്നിട്ടുണ്ട്, ഫ്രൈറ്റ് ഇൻവേർഡ് തന്നിട്ടുണ്ട്, ക്ലീനിങ് ചാർജസ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഈ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇക്വേഷൻ അപ്പോൾ ഇത്തിരി വൈഡായി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് വൈഡല്ല, അത് നമുക്ക് ഐറ്റംസ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതെല്ലാം എടുത്തേ പറ്റൂ. തന്നിരിക്കുന്ന ഐറ്റംസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണോ എന്ന് അറിയാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത്, ക്ലീനിങ് ചാർജസ്, ഇതൊക്കെ നമുക്ക് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സോ ഇതൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനായിട്ട് ആഡ് ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് പർച്ചേസ് 3,15,000 ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 20,000. പിന്നെ എന്തുണ്ട്? ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞ എമൗണ്ട് എത്രയാണ്? ക്യാരേജ് ഇൻവേർഡ് 3,000 ഉണ്ട്. ഫ്രൈറ്റ് ഇൻവേർഡ് 5,000 ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ ഒരു ഐറ്റം ഉണ്ട്, ക്ലീനിങ് ചാർജസ് നമ്മൾ എടുത്തോ ഇല്ല? 22,000 ക്ലീനിങ് ചാർജസ്, അത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് എല്ലാം ഏതൊക്കെ എടുത്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത്, പർച്ചേസ് എടുത്ത്,
ക്യാരേജ് ഇൻവേർഡ് എടുത്ത് ഫ്രൈറ്റ് ഇൻവേർഡ് എടുത്ത് ക്ലീനിങ് ചാർജസും എടുത്ത് നമുക്ക് എന്തേ ഉള്ളൂ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 ഉള്ളൂ. അപ്പം ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3,50,000 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയത്. അപ്പം മനസ്സിലായല്ലോ, ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,50,000 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ ഇനി എളുപ്പമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലല്ലോ, നെറ്റ് സെയിലാണ്. നെറ്റ് സെയിൽ എത്രയുണ്ട്? നെറ്റ് സെയിൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചല്ലോ, 4,90,000. 4,90,000 മൈനസ് ഇപ്പോൾ കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,50,000. സോ 1,85,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വേഷനിൽ ഒരു പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് സെയിലിൻ്റെയാണ്. നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്ര കിട്ടി? 1,80,000. താങ്ക് യു.